നോമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഓരോ നോമ്പ് കഴിയുന്തോറും വലിയ വലിയ ക്ഷീണത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ നോമ്പിന് ഫുഡ് ഉണ്ടാക്കുന്നത് ഉച്ച കഴിയുമ്പോഴാണ് കഴിഞ്ഞ് കേട്ടോ. ഫുഡ് ഉണ്ടാക്കുമ്പോഴല്ല ആകപ്പാടെ ക്ഷീണിച്ചൊരു പരിവായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ എവിടെന്നോ ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നത്. പിന്നെ വീട് മൊത്തത്തിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്യലാണ് കേട്ടോ. ഈ ചിലങ്കയുടെ ശബ്ദം എവിടെ നിന്നാണ് വന്നതെന്നൊന്നും അറിയണമല്ലോ. ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇതേ ആന ഇങ്ങനെ കുളിക്കാനായിട്ട് ഞങ്ങളുടെ കടവിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ആന വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന ഒരു ക്ഷേത്രം ഉണ്ടാകും. ഞാൻ നേരത്തെ ഞാൻ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ 4 ദിവസമായിട്ട് ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ ആനയ്ക്ക് വിശാലമായിട്ട് കുളിക്കണമെങ്കിൽ ഞങ്ങളുടെ കടവിൽ തന്നെ വരണം കേട്ടോ. പക്ഷേ ചെറിയൊരു കനാലാണ്, ആനയ്ക്ക് അതിലേക്ക് ഇറങ്ങി നിന്ന് കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പാപ്പന്മാർ കനാലിൽ ഇറങ്ങി നിന്നിട്ട് വെള്ളം കോരിയിട്ട് ആനേനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആന ഇങ്ങനെ കുളിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആനയുടെ കുളിസീനൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ നിറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ചീറ്റണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ ആളുകൾക്ക് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. നേരെ പോയി ഞാൻ എൻ്റെ ചെടിയൊക്കെ ഒന്ന് പരിപാലിക്കായിരുന്നു കേട്ടോ. കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ വളർന്ന് തൂങ്ങി കിടക്കായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സ്മെല്ലാണ്. അതിൻ്റെ പേരെന്താണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് ഷടപടി എന്ന് പറഞ്ഞ് എൻ്റെ ജോലികളൊക്കെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഞാൻ ചിക്കനൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടെന്നാലും ബീഫ് കട്ട് ചെയ്തുകൊണ്ടെന്നാലും ഞാൻ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നത് പതിവാണ് കേട്ടോ. കാരണം അതിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ബ്ലഡൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് കഴുകി പോകണമെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള നെയ്ക്കഷ്ണമൊന്നും ഞാൻ മറക്കാറില്ല കേട്ടോ. ഗ്രേവി പോലെ വെക്കുന്നതാട്ടോ ഇഷ്ടം. പക്ഷേ എന്നാലും ഉണ്ടല്ലോ 2 നേരം കൊണ്ട് കഴിക്കാനുള്ള ഒറ്റ നേരം കൊണ്ട് തീരുന്നതുകൊണ്ട് തന്നെ ഞാൻ അത് നീട്ടി കുറിക്കും. അതായത് തേങ്ങാപ്പാലെല്ലാം കൂടെ നീട്ടി അങ്ങനെ കറി വെക്കും. അപ്പോൾ 2 നേരത്തേക്കുള്ള കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിക്കനിലേക്കുള്ള മസാലയൊക്കെ തേച്ച് ഞാൻ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന നേരത്തുണ്ടല്ലോ ആന കുളി കഴിഞ്ഞ് ആനയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കെല്ലാം അമ്പലത്തിലേക്ക് പോയി. പിന്നെ പാക്ക് കൊടുക്കുന്നവരെ മൊത്തത്തിൽ ഞാൻ കിച്ചണിൽ ബിസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് അവിടെ സ്റ്റോപ്പ് ചെയ്യണം മക്കളെ. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരെല്ലാവർക്കും ഓക്കെ ബൈ.